ബാലുശ്ശേരി കൊലപാതകത്തിൽ ഒരു പുതിയ അപ്ഡേറ്റ് വരുന്നു. ബാലുശ്ശേരിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി യാസിർ പെട്രോൾ പമ്പിൽ നിന്ന് 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് രക്ഷപ്പെട്ടു പോകുന്നതിന്റെ നിർണായകമായ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബാലുശ്ശേരി എസ്റ്റേറ്റ് ബുക്കിലുള്ള പെട്രോൾ പമ്പിൽ നിന്ന് പ്രതി യാസിർ കൃത്യം നടത്തിയ ശേഷം അതേപടി ഓടി രക്ഷപ്പെട്ടു പോയ കാറിൽ 2000 രൂപയ്ക്ക് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചതിന് ശേഷം കാർ എടുത്ത് കടന്നു കളഞ്ഞു എന്ന വിവരം നേരത്തെ നമുക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ പ്രതി യാസിർ പെട്രോൾ അടിച്ച് രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ബാലുശ്ശേരിയിൽ ഇന്ന് ഏകദേശം 6-7 മണിയോട് കൂടിയാണ് അരും കൊല നടന്നത്. കുടുംബ തർക്കത്തിന്റെ പേരിൽ ലഹരിത്തിമിർപ്പിൽ ഒരു യുവാവ് ഭാര്യ വീട്ടിലെത്തി ഭാര്യയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയും തടയാൻ ശ്രമിച്ച ഭാര്യ പിതാവിനെയും മാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, പ്രതിക്കാല അന്വേഷണം ഊർജിതമായിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നിർണായക ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ബാലുശ്ശേരിയിലെ പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിച്ച് ഇയാൾ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ്. ഈ പ്രതി യാസിറിനെ എങ്ങനെയെങ്കിലും ലൊക്കേറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ ലൊക്കേഷൻ ഏതെന്ന് ഏതെങ്കിലും രീതിയിലുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നിർണായകമായ ദൃശ്യങ്ങളാണിത്. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം യാസിർ ഒരു ഓൾട്ടോ കാറിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഈ കാറിന്റെ മുൻവശത്തെ ചില്ല് പൊട്ടിയിട്ടുണ്ട്. KL 57X 4289 ഈ നമ്പറിലുള്ള കാറിലാണ് ഈ യാസിർ എന്ന പ്രതി രക്ഷപ്പെടുന്നത്. ബാലുശ്ശേരി എസ്റ്റേറ്റ് മുക്കിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഇയാൾ പെട്രോൾ അടിച്ചിരുന്നു. അതിനുശേഷം പണം നൽകാതെയാണ് ഇയാൾ ഈ പെട്രോൾ പമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 2000 രൂപയ്ക്കാണ് ഇയാൾ ഈ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചത്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ പെട്രോൾ പമ്പിൽ ഉള്ളവരുമായി ഈ യാസിർ സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ പണം നൽകാതെ തന്നെ ഇയാൾ അവിടെ നിന്ന് കടന്നു കളയുകയാണ്. ബാലുശ്ശേരിയിലുള്ള പെട്രോൾ പമ്പിൽ നിന്നാണ്, ബാലുശ്ശേരി എസ്റ്റേറ്റ് മുക്കിലെ പെട്രോൾ പമ്പിൽ നിന്നാണ് ഇയാൾ പെട്രോൾ അടിച്ചത്. അതായത് ഈ കൃത്യം നടന്ന് ഏതാനും മിനിറ്റുകൾ മാത്രം ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇയാൾ എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് ഊർജിതമായ ശ്രമം ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി തുടരുകയാണ്. സുഹൈൽ, ഏതായാലും നിർണായകമായ ദൃശ്യങ്ങൾ തന്നെയാണിത്. ഇത്തരത്തിൽ ഭാര്യയെയും ഭാര്യ മാതാവിനെയും പിതാവിനെയും വെട്ടി വീഴ്ത്തിയ ശേഷമാണ് തന്റെ ഗ്രേ കളർ ഓൾട്ടോ കാറിൽ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത് ഏതാണ്ട് ഏത് സമയത്താണ് ഇത്തരത്തിൽ ഈ പെട്രോൾ പമ്പിൽ എത്തുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് കൊലപാതകം നടത്തി അധിക സമയം കഴിയാതെ തന്നെ പെട്രോൾ പമ്പിൽ എത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? 2000 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചിരിക്കുന്നത്. അൾട്ടോ പോലത്തെ ഒരു കാറാണ്. പരമാവധി ദൂരം താണ്ടാൻ ഏകദേശം യാസിറിനെ കൊണ്ട് സാധ്യമാകും. അതുകൊണ്ട് തന്നെ പരിപൂർണമായ റോഡ് ചെക്കിങ്ങിൽ പോലീസ് സജീവമാണോ? തീർച്ചയായും സുഹൈൽ, ഇതിനോടകം തന്നെ ജില്ലയിൽ എല്ലായിടത്തും അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇയാളുടെ വണ്ടി നമ്പർ അടക്കം പോലീസിന് കൃത്യമായി അറിയുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ ഇയാൾ പിടിയിലാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു തവണ കൂടി പറയുകയാണ്, ഇത് ഒരു ഓൾട്ടോ കാറാണ്. അതിന്റെ മുൻവശത്തെ ചില്ല് തകർന്നിട്ടുണ്ട്. KL 57X 4289 ഇതാണ് ഈ വണ്ടി നമ്പർ. ഈ വാഹനവുമായാണ് പ്രതി ഈ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത്. അതിനുശേഷം അയാൾ നേരെ പോകുന്നത് ഒരു പെട്രോൾ പമ്പിലേക്കാണ്. ഈ ഈങ്ങാപ്പുഴ കക്കാട് നിന്ന് ഈ സംഭവം ഉണ്ടാകുന്നു. അതിനുശേഷം ഇയാൾ ബാലുശ്ശേരിയിൽ എത്തുന്നു. ബാലുശ്ശേരിയിലെ എസ്റ്റേറ്റ് മുക്കിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഇയാൾ പെട്രോൾ അടിക്കുന്നു. അതിനുശേഷം പണം നൽകാതെ ഇയാൾ അവിടെ നിന്ന് കടന്നു കളയുകയാണ്. ഏത് ഭാഗത്തേക്കാണ് ഇയാൾ പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും അധിക ദൂരം ഇതിനോടകം അയാൾക്ക് കുറച്ചധികം ദൂരം താണ്ടാൻ ഇതിനോടകം സാധിച്ചിട്ടുണ്ടാകും. പക്ഷേ പോലീസിന്റെ നിർദ്ദേശം എല്ലാ ഭാഗങ്ങളിലേക്കും പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാറുകൾ ഒരു പരിശോധന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പരിശോധന നിലവിൽ പോലീസിന്റെ ഭാഗത്ത് ലഹരി ഊട്ടിയ പകയിൽ ഒരു ജീവനെടുത്ത കുടുംബ തർക്കത്തിന്റെ പേരിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി യാസിർ പെട്രോൾ പമ്പിൽ 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചതിന് ശേഷം പണം നൽകാതെ കടന്നു കളഞ്ഞു പോകുന്നതിന്റെ നിർണായക ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അൾട്ടോ കാറാണ്. 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിരിക്കുന്നു. അധിക ദൂരം താണ്ടാനായിരിക്കും ശ്രമം. എന്നിരുന്നാലും പോലീസിന്റെ പരിശോധന എല്ലാ മേഖലയിലുമുണ്ട്. ഉടൻ തന്നെ യാസിർ പിടിയിലാകുമെന്ന് പ്രതീക്ഷിക്കാം. അഭിജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.